യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും അടങ്ങുന്ന യേശുവിൻ്റെ നാമം, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ കുമ്പിട്ട് ആരാധിക്കുന്ന യേശുവിൻ്റെ നാമം, മാനവരാശിയുടെ രക്ഷയുടെ നാമമായ യേശു എന്ന പരിശുദ്ധ നാമം, ആ പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ കാര്യങ്ങൾ ഇന്ന് യേശു നമുക്കായിട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മോട് കരുണ കാണിക്കും, സൗഖ്യം നൽകും, അനുഗ്രഹിക്കും. വൻ പ്രവൃത്തികൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം, ആത്മരക്ഷ പ്രാപിക്കണമെന്നുള്ള വലിയൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ പല കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായിട്ട് ഓടി നടക്കുക. ജോലിയും മറ്റ് പല കാര്യങ്ങളും, ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇങ്ങനെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മുടെ ആത്മരക്ഷയെപ്പറ്റി ചിന്തിക്കാനോ അതിനുവേണ്ടി പ്രയത്നിക്കാനോ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചിന്ത ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 4-5 വചനങ്ങൾ, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തോടുള്ള മൈത്രി, ലോക സുഖങ്ങളോടുള്ള മൈത്രി, സൃഷ്ടവസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം, ലോകത്തിൻ്റെ മോഹങ്ങള്, ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, ലോകത്തിലുള്ളത് നേടിയെടുക്കാനുള്ള ഒരു തീഷ്ണതയുള്ള പരക്കം പാച്ചില്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നു. നീ ലോകത്തിൻ്റെ മിത്രമായിട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ ശത്രുവാണ്. ലോകത്തിന് മിത്രമായിട്ടുള്ളവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണ്. 5-ാമത്തെ വചനം പറയുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്യർത്ഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ ആത്മാവിന് വേണ്ടി ദൈവം നിഗൂഢമായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ ആത്മാവ് നഷ്ടമാവരുത്. ആത്മരക്ഷയ്ക്ക് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള
ജീവിത വഴികളിലേക്ക് നമ്മൾ വരണം. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൻ്റെ വഴികളില്, പാപസുഖങ്ങളില്, ജഡത്തിന്റെ ആസക്തിയുടെ ബന്ധനങ്ങളില്, പല കാര്യങ്ങളില് വ്യഗ്രചിത്തരായിട്ട് നമ്മൾ നടക്കുകയാണ്. പ്രശസ്തി നേടണം, പണം സമ്പാദിക്കണം, എല്ലാവരും എന്നെ മാനിക്കണം, ഉന്നതമായ പൊസിഷൻ, ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരണം. ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിലെ വികാരങ്ങളും സ്വപ്നങ്ങളുമൊക്കെയാണ്. ഇവയുടെ പിന്നാലെ പരക്കം പായുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ലോകമോഹങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ ഹിതം നമ്മൾ നിറവേറുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ തിരുവിഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തില് 3-4 വചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വപൂർണനായിട്ട് ഉപവിഷ്ടനായിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്നത് കാത്തിരിക്കുന്ന ദൈവം. സജീവമായ പ്രത്യാശയിലേക്ക്, ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ജീവന്റെ കിരീടമുണ്ട്. സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ജീവന്റെ കിരീടം അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് അവിടെ നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരിക്കലും നശിക്കാത്ത, അക്ഷയമായ, കളങ്കമില്ലാത്ത, ഒളിമങ്ങാത്ത ആ പ്രകാശത്തിലേക്ക്, ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് മാനവരാശിയെ മുഴുവൻ ക്രിസ്തുവിലൂടെ പിതാവ് വിളിച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം ആത്മരക്ഷ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഈ വചനം കേൾക്കുമ്പോൾ നീ ചിന്തിക്കണം, നിന്റെ ആത്മരക്ഷ അപകടത്തിലാണോ? ആത്മരക്ഷ അപകടത്തിലാണോ? സാത്താന്റെ കെണിയിലാണോ? ലോകത്തിന്റെ, പാപത്തിന്റെ, സുഖത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയോ? ഒളിമങ്ങാത്ത അനശ്വരമായ സ്വർഗത്തിൽ മനോഹരമായ ഒരു കിരീടം, ഒരു സ്ഥാനം എനിക്ക് നിങ്ങൾക്കും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നേട്ടങ്ങള്, ഈ ലോകത്തിന്റെ സൗന്ദര്യങ്ങള്, പ്രശസ്തി എല്ലാം വിട്ട് ഒരു ദിവസം യാത്രയാകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. ഇവിടെ ആത്മരക്ഷ അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ചിന്തയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ആത്മരക്ഷ അപകടത്തിൽപ്പെട്ടിരിക്കുന്നവര് അതിൽ നിന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു.
ദൈവം നമ്മുടെ ആത്മാവിന് വേണ്ടി വലിയ ആഗ്രഹത്തോടെ അഭിലഷിക്കുക. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. അനേക വിശുദ്ധന്മാരും വിശുദ്ധകളും ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അവരുടെ ജീവിതം കൊണ്ട് കോടിക്കണക്കിന് ആത്മാക്കളെ അവർക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ആത്മരക്ഷ നമ്മൾ സുരക്ഷിതമാക്കുകയും അതോടൊപ്പം അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും. നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല, അതിലുപരി മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി നമ്മൾ അധ്വാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. വിശ്വാസം വഴിയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവനിലൂടെ മാത്രമേ നിത്യരക്ഷയുള്ളൂ, ആത്മരക്ഷ സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല ജോലി കിട്ടിയാൽ, സാമ്പത്തിക മേഖലയിൽ ഉയർച്ച ഉണ്ടായാൽ ആളുകൾ പറയും ആ വ്യക്തി രക്ഷപ്പെട്ടുവെന്ന്. അത് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ്. യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത് ആത്മരക്ഷയാണെന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യബോധം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടിയിരിക്കുന്നു. നാനാവശത്തുനിന്ന് ലോകത്തിൻ്റെ മുഖങ്ങളും തിന്മയുടെ അരൂപികളും മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. കോടിക്കണക്കിന് ആത്മാക്കള് പാപത്തിന്റെ സുഖത്തിൽ ജീവിച്ച് മരിച്ച് നരകത്തിനിരയായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സുവിശേഷ വേല കൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ഒരു തീഷ്ണമായ ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ ക്രൈസ്തവരെയും കർത്താവ് യേശു വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാ. അനേകരുടെ ആത്മരക്ഷയ്ക്ക് നീ ഉപകരണമായിട്ട് മാറണം. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ വില കൊടുക്കണം. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ ബലിയായിട്ട് മാറണം. നിന്റെ ജീവിത സഹനങ്ങളിലൂടെ, ജീവിതയാത്രയിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് നീ മനസ്സാവണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാത്മാവിനെ നേടിയാൽ അതൊരു ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്. നമ്മൾ നേടുന്ന ഏറ്റവും വലിയ നേട്ടവും അതുതന്നെ ആയിരിക്കും. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. ഈ ലോക ജീവിതത്തില് സഹനങ്ങളും തകർച്ചകളും രോഗങ്ങളും പ്രതികൂലങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വ്യക്തിബന്ധങ്ങളുടെ തകർച്ചകളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളൊക്കെ ഉണ്ടാവും. കണ്ണുനീരും സങ്കടങ്ങളും വ്യസനങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ അനേകം വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പാണ്, മനുഷ്യ ജീവിതത്തില് വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാവും. അനേകരുടെ തിരസ്കരണത്തിന്റെ അനുഭവങ്ങളും ഒറ്റപ്പെടലുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അവിടെയൊന്നും ദൈവം നമ്മളെ കൈവിടുന്നതല്ല, അവിടുന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട്.
നിന്റെ സഹനങ്ങള് ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോൾ ആ സഹനത്തിന് വലിയ മൂല്യമുണ്ട്. അതിലൂടെ അനേകം ആത്മാക്കളെ നേടുവാൻ നിനക്കും സാധിക്കും. ഹല്ലേലൂയ. ഒരിക്കല് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ക്യാൻസർ രോഗിയായ ഒരു അമ്മ, മക്കളൊക്കെ വലിയ സങ്കടത്തിലാണ് അമ്മയെ ധ്യാനത്തിലായിട്ട് കൊണ്ടുവന്നത്. ധ്യാനാവസരത്തിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ അമ്മ പറയുകയാണ്, എനിക്ക് ഈ ക്യാൻസർ വന്നതിൽ ഒരു പരാതിയില്ല. മക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ് അമ്മയ്ക്ക് ക്യാൻസർ വന്നതിൽ. നല്ല സ്നേഹനിധിയായ ഒരു അമ്മയാ, മക്കൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ത്യാഗമൊക്കെ സഹിച്ച അമ്മയാ. ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം ഒത്തിരി കഷ്ടപ്പെട്ട മക്കളെയൊക്കെ വളർത്തിയത്. മക്കൾക്കൊക്കെ അമ്മയോട് അഗാധമായ സ്നേഹമുണ്ട്, വലിയ വാത്സല്യമുണ്ട്. അവർ നന്നായിട്ട് അമ്മയെ സ്നേഹിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, കരുതുന്നൊക്കെ ഉണ്ട്. ഈ അമ്മ പറയുന്നു, ഈ ക്യാൻസർ രോഗം വന്നതോർത്ത് എനിക്കൊരു പരാതിയുമില്ല. എനിക്ക് വേദനയൊന്നും സഹിക്കാൻ കർത്താവ് ശക്തി തന്നാൽ മതി. എനിക്ക് ആഗ്രഹം നല്ലൊരു മരണം കിട്ടി ഈശോയുടെ അടുക്കൽ പോകണം. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായിരിക്കുന്നു അമ്മയുടെ വാക്കുകൾ. അപ്പൊ എന്തു സഹനങ്ങൾ വന്നാലും വേദന വന്നാലും ആ മക്കൾ പറയുന്നു, അമ്മയ്ക്ക് ഒരു പരാതിയില്ല. വേദനയൊക്കെ സഹിച്ച് അവിടെ കിടക്കും, ഒരു പരാതിയും പറയത്തില്ല. അങ്ങനെ ഒരമ്മ. അമ്മയുടെ ആഗ്രഹം ഇതാണ്, മരിച്ച് ഈശോയുടെ അടുക്കൽ എനിക്ക് പോയാൽ മതി. ഹല്ലേലൂയ. അപ്പൊ എത്രമാത്രമാണ് ആ അമ്മയുടെ ഹൃദയത്തില് ഈശോയോടുള്ള സ്നേഹം, എത്രമാത്രമാണ് ആ ചെറിയ ജീവിതം കൊണ്ട് സഹനത്തിന്റെ മൂല്യത്തെ ആ അമ്മ മനസ്സിലാക്കിയിരിക്കുന്നത്. ജീവിച്ച നാളുകളില് ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുള്ള ജീവിതം. മക്കളൊക്കെ നല്ല നിലയിലായി. അമ്മ പറയുന്നു, എനിക്ക് ജീവിതത്തിൽ ഇനി ആഗ്രഹങ്ങളൊന്നുമില്ല. മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, കൊച്ചുമക്കളെ കണ്ടു, അങ്ങനെ സന്തോഷമായിട്ട് നല്ലൊരു മരണത്തിന് വേണ്ടി ക്യാൻസർ ബാധിച്ച് അമ്മ സഹനത്തിലൂടെ ഒരുങ്ങുകയാണ്. നമ്മൾ തിരിച്ചറിയണം, ഈ ലോകത്തിലെ ഈ കഷ്ടതകളും വേദനകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം ഒരിക്കലും വേദനയില്ലാത്ത ലോകത്തിലേക്ക്, സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണ്. വലിയ പ്രത്യാശ, അതാ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഈ ഭൂമിയിലെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. പ്രത്യാശയോടെ ഉദ്ധാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. 2 മക്കബായർ 7-ാം അധ്യായത്തില് ഒരു സംഭവം നാം വായിക്കുന്നുണ്ട്. ഒരമ്മയും 7 മക്കളും. മതപീഡനം നടക്കുന്ന ആ കാലഘട്ടത്തിൽ നിയമം ലംഘിച്ച് പന്നിമാംസം ഭക്ഷിക്കണം. രാജാവിൻ്റെ പടയാളികള് ഇവരെ പിടിച്ചുകൊണ്ടുവന്നു. അനേകരെ അവർ കൊന്നുകളഞ്ഞു. ഈ അമ്മയുടെ മക്കളോട് പന്നിമാംസം ഭക്ഷിക്കുവാൻ, നിയമത്തെ ലംഘിക്കുവാൻ അവരാവശ്യപ്പെടുകയാണ്. പക്ഷെ ഈ അമ്മ ഈ 7 മക്കൾക്കും ധൈര്യം കൊടുക്കുകയാണ്. വചനം പറയുന്നു, 2 മക്കബായർ 7:3, ഇത് കേട്ടു രാജാവ് കോപാവേശം കൊണ്ട് പൊട്ടിത്തെറിച്ചു, വറചട്ടികളും കുട്ടകങ്ങളും പഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണെ അവിടെ ഭർത്താവിൻ്റെ നാവും കൈകാലുകളും ഛേദിച്ചു. അതായത് നിയമം ലംഘിക്കത്തില്ലെന്ന് പറഞ്ഞ ഈ അമ്മയുടെ മക്കളുടെ കൈകാലുകൾ ഛേദിച്ചു, നാവ് മുറിച്ചു മാറ്റി. തീരുന്നില്ല, ശിരസിൽ നിന്ന് തൊലി പൊളിച്ചു മാറ്റുകയാണ് ശരീരത്തെ. ക്രൂരമായ പീഡനത്തിലൂടെ ഓരോ മക്കളും കടന്നു പോകുമ്പോൾ ഈ അമ്മ ഈ മക്കൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങള് നിയമമനുസരിക്കണം,
ദൈവമായ കർത്താവ് ഇതൊക്കെ പുനരുത്ഥാനം തരും. ആ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്. 9-ാമത്തെ വചനം, 2 മക്കബയർ 7:9. അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, ശപിക്കപ്പെട്ട നീച, ഈ ജീവിതത്തിൽ നീ ഞങ്ങളെ പുറത്താക്കുന്നു, എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അന്നും ആ വലിയ പ്രത്യാശയാ, അനശ്വരമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കും. 14-ാം വചനം പറയുന്നു, മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രത്യാശയുണ്ട്. മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. ആ അമ്മയുടെ 7 മക്കളെയും അവര് പല വിധത്തിൽ പീഡിപ്പിച്ചു കൊല്ലുകയാണ്. ഈ അമ്മ ധൈര്യപൂർവ്വം മക്കളെ ബലപ്പെടുത്തുകയാണ്. അതായത് പുനരുത്ഥാനമുണ്ട്, അനശ്വരമായ മറ്റൊരു ലോകമുണ്ട്, സ്വർഗമുണ്ട്. അവിടെ നമ്മെ കാത്തിരിക്കുന്ന ഒരു സ്നേഹപിതാവുണ്ട്. ആ അമ്മ തന്നെ മക്കളോട് പറഞ്ഞൊരു വചനമുണ്ട്. 2 മക്കബയർ 7:22-23 വളരെ ഹൃദയസ്പർശിയാണ് വചനം. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവായ സമയം അമ്മയ്ക്ക് അറിയത്തില്ല, അതറിയാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ സമയമാണ്. നിങ്ങളെപ്പോൾ എൻ്റെ ഉദരത്തിൽ ഉരുവായെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയത് ഞാനല്ല. നിങ്ങളുടെ അവയവങ്ങൾ രൂപപ്പെടുത്തിയത് ഞാനല്ല. സർവശക്തനായ ദൈവമാണ്. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവാണ്. ഉണ്ടോ? എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കിയ യേശു പറയുന്നുണ്ട്, ഞാനാണ് ആൽഫായും ഒമേഗായും ആദിയും അന്തവും. എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കിയവൻ അവനാണ് ജീവനും ശ്വാസവും നൽകിയത്. അവനാണ് അവയവങ്ങൾ വാർത്തെടുത്തത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ് എൻ്റെ ഉദരത്തിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത്. ഈ അമ്മ ധൈര്യം കൊടുക്കുകയാ മക്കൾക്ക്. 7 മക്കളെയും രാജാവിൻ്റെ പടയാളികൾ പീഡിപ്പിച്ച് വധിച്ചു. അമ്മ വലിയ പ്രത്യാശയില. ഒരു പുനരുദ്ധാനമുണ്ട്, നശ്വരമായ ഒരു ജീവിതമുണ്ട്. ഇത് നമുക്ക് വലിയ ഒരു മാതൃകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരമ്മയുടെ ധീരത, ഒരമ്മയുടെ ആ വിശ്വാസത്തിൻ്റെ ആ ബലം, ആ പ്രത്യാശ, പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ആ വലിയ ചിന്തയിൽ അമ്മ ആ മക്കൾക്ക് ബലവും ശക്തിയുമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. പ്രത്യാശയോടെ നമ്മൾ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കണം. 1 പത്രോസ് 1-ാം-അധ്യായത്തിൻ്റെ 7, 8, 9 വചനങ്ങൾ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്നവരുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാ. അത് പരീക്ഷിക്കപ്പെടും. അത് പല വിധത്തിലാണ്. ഈ പരീക്ഷകളെ നമ്മൾ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അതിജീവിക്കണം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അവന്റെ പ്രത്യാഗമനം, അവന്റെ 2ാമത്തെ വരവിൽ, ഇത് നമുക്ക് വലിയ പ്രത്യാശയ്ക്ക് കാരണമായിട്ട് മാറും. അവൻ വീണ്ടും വരും. അവന്റെ 2ാം വരവിൽ അവന്റെ കൂടെ നമ്മൾ വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ട് സ്വർഗത്തിൽ അവന്റെ കൂടെ ആയിരിക്കും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു.
ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഉറപ്പിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. വിശ്വാസത്തിന്റെ ആ ബലത്തിലാണ് നമ്മൾ ആത്മരക്ഷ പ്രാപിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ആത്മരക്ഷയായിരിക്കണം. ആത്മരക്ഷയെക്കുറിച്ചുള്ള വലിയ ദാഹം, വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. എൻ്റെ ദൈവത്തെ മറന്നൊരു ജീവിതം എനിക്കില്ല. എൻ്റെ യേശുവിനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി. എൻ്റെ ജീവിതം യേശുവേ നിനക്ക് ഞാൻ തരുന്നു. സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ആയിക്കൊള്ളട്ടെ, ഞാൻ നിന്നെ വിട്ടുപോവില്ല. നിന്നോടൊത്ത് സ്വർഗത്തിൽ നിത്യമായ സന്തോഷത്തിലുള്ള ജീവിതം, അതാണ് എനിക്ക് വേണ്ടത്. നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, കഠിനമായിട്ട് അധ്വാനിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.